മദീന നബവി മസ്ജിദിന്റെ 8-ാം നമ്പർ ഗേറ്റിൽ പുറത്തിറങ്ങിയാൽ തുർക്കിക് നിർമ്മാണ രീതിയിൽ നിർമ്മിച്ച ഒരു മസ്ജിദ് കാണാൻ കഴിയും. മസ്ജിദും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പള്ളിയോട് ചേർന്നുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ കഴിഞ്ഞാൽ ഒരു അണ്ടർഗ്രൗണ്ട് പെഡസ്ട്രിയൻ ക്രോസ് ഉണ്ട്. അതിലൂടെ ഇറങ്ങി മുകളിലേക്കുള്ള എസ്കുലേറ്ററിൽ പതുക്കെ കയറുമ്പോൾ ഓട്ടോമൻ നാഗരികതയുടെ എല്ലാ ഭാവഗരിമയും വിളിച്ചോതുന്ന തുർക്കോ കൊളോണിയൽ സ്ട്രക്ചറിൽ നിർമ്മിച്ച ഒരു മനോഹര കെട്ടിടം നമ്മളെ വരവേൽക്കുന്നുണ്ട്. മദീന ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭരണകൂടങ്ങളിലൊന്നായ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ എല്ലാ പ്രൗഢിയും വിളിച്ചോതുന്ന ആ റെയിൽവേ സ്റ്റേഷൻ ഇന്നൊരു മ്യൂസിയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ മദീനയിലുണ്ടായിരുന്ന പലതിൻ്റെയും പ്രദർശനാലയം. കൂടുതൽ വസ്തുക്കളും ലോകമഹായുദ്ധകാലത്ത് ഫഖ്റുദ്ദീൻ പാഷ തുർക്കിയിലേക്ക് കൊണ്ടുപോയിരുന്നു. എങ്കിലും കുറച്ച് ശേഷിപ്പുകൾ ഇന്നവിടെ ഉണ്ട്. ഇനി വിഷയത്തിലേക്ക് വരാം. 1290 മുതൽ 1922 വരെ ഏകദേശം 6 നൂറ്റാണ്ടുകാലം ലോകത്തെ ഒരു വൻ ശക്തിയായി നിലകൊണ്ട ഓട്ടോമൻ ഭരണകൂടത്തിന്റെ അവസാന സ്വപ്ന പദ്ധതികളിലൊന്നായിരുന്നു ഹിജാസ് റെയിൽവേ. സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമനാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയത്. ഈ പദ്ധതിക്ക് സുൽത്താന് ശക്തമായ ബൗദ്ധിക പിന്തുണ നൽകിയ ഒരാളാണ് ഇവിടെ നമ്മുടെ വിഷയം. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പിന്തുണയില്ലായിരുന്നെങ്കിൽ സുൽത്താൻ ഈ പദ്ധതി പൂർത്തിയാക്കാൻ സാധ്യതയില്ലായിരുന്നു. ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ പ്രതിനിധിയായി ഒമാൻ സുൽത്താനായി ഭരണം നടത്തിയ അദ്ദേഹത്തിന് ഒരു കാലത്ത് കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും തലസ്ഥാനമായ ഇസ്താംബുൾ നഗരം ഒരു ഓമന പേരിട്ട് വിളിച്ചു, ഫാലുൽ പാഷ. എന്നാൽ ഇങ്ങ് കിഴക്ക് ഏറനാട്ടിൽ അദ്ദേഹത്തിനൊരു പേരുണ്ട്. ഏറനാട്ടിലെ അന്നത്തെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാളികൾക്ക് അദ്ദേഹം മമ്പുറം രണ്ടാം തങ്ങളായിരുന്നു. അതെ, മരണം വരെ ബ്രിട്ടനെതിരെ പോരാടിയ ഏറനാടിന്റെ സുൽത്താൻ മമ്പറം സയ്യിദ് അലവി തങ്ങളുടെ മകൻ മമ്പറം സയ്യിദ് ഫസൽ തങ്ങൾ. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ടിപ്പു വീണതോടുകൂടി ബ്രിട്ടൻ മലബാറിൽ പിടിമുറുക്കിയെങ്കിലും കാര്യങ്ങൾ അവർക്കത്ര എളുപ്പമായിരുന്നില്ല. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ബ്രിട്ടീഷ് വാഴ്ചക്കെതിരെ ഏറനാട് കേന്ദ്രീകരിച്ച് നീക്കങ്ങൾ നടന്നിരുന്നു. വെളിയങ്കോട്ടെ ഉമർ ഖാലിയും മമ്പുറം സയ്യിദ് അലവി തങ്ങളുമായിരുന്നു ഇതിന്റെ നേതൃത്വം. നികുതി നിഷേധവും ഒറ്റപ്പെട്ട സായുധ സമരങ്ങളുമൊക്കെയായി ബ്രിട്ടന് തീരാ തലവേദനയായിരുന്നു മലബാർ. ചേറൂർ പടയിലേറ്റ മുറിവിനെ തുടർന്ന് മമ്പറം വലിയ തങ്ങൾ മരണപ്പെട്ടതോടുകൂടെ മലബാർ പോരാളികൾക്ക് നേതൃത്വ പ്രതിസന്ധി ഉണ്ടായി. പിതാവിന്റെ മരണശേഷം മക്ക മദീന യാത്രക്ക് പോയ ചെറിയ തങ്ങൾ പിന്നീട് 5 വർഷത്തോളം അവിടെ താമസിച്ചു. പക്ഷേ തിരിച്ച് മമ്പറത്തേക്കെത്തിയ അദ്ദേഹം മഹാനായ പിതാവിന്റെ മഹത്വമേറിയ മകനാണ് താനെന്ന് തെളിയിക്കുന്ന പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. രാഷ്ട്രീയ വിഷയങ്ങളിൽ എന്ന പോലെ തന്നെ സാമൂഹിക വിഷയങ്ങളിലും നിത്യം ഇടപെട്ടിരുന്നവരായിരുന്നു മമ്പറം തങ്ങന്മാർ. കുടിയാനെ നീ എന്ന് വിളിക്കരുത്, നിങ്ങളെന്ന് വിളിക്കണമെന്ന തങ്ങളുടെ വചനം ഒരിക്കൽ KKN കുറുപ്പ് ഒരു വേദിയിൽ വെച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. യൂറോപ്പിൽ കാൾ മാർക്സ് തൊഴിലാളികളുടെ വർഗപ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ദാസ് ക്യാപിറ്റൽ എഴുതുമ്പോൾ തങ്ങൾ ജീവിച്ചിരിപ്പില്ല എന്ന് ഓർക്കണം. മമ്പറം തങ്ങന്മാരെ പറ്റി ചർച്ച ചെയ്യുന്ന ഏതൊരു വേദിയിലും ഇന്ന് വളരെ അത്യാവശ്യമായ സംഗതിയാണ് മാപ്പിള മലബാറിനെ കണ്ടെത്തുക എന്നത്. ഒരുപക്ഷെ ലോകത്ത് തന്നെ സിനിമ എന്ന അധിനിവേശകൻ സാംസ്കാരികമായ അധിനിവേശം നടത്തിയ കേരളം പോലും മറ്റൊരു നാട് കാണില്ല. അതുകൊണ്ട് തന്നെ മമ്പറം തങ്ങന്മാരെ ചർച്ച ചെയ്യുമ്പോൾ അവർ ജീവിച്ചിരുന്ന സാമൂഹ്യ സാഹചര്യം നമ്മുടെ ഭൂതകാലമായി ഒരുപക്ഷെ നമുക്ക് കണ്ടെടുക്കാൻ കഴിയാതെ വരും. അങ്ങനെ തിരിച്ചറിയപ്പെടാൻ കഴിയാത്ത ഒരു ഭൂതകാലത്തിൽ ജീവിച്ചിരുന്ന 2 പേരെ ആ ജനതയ്ക്ക് പരിചിതമാവുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കാവുന്ന പ്രക്രിയയായി മമ്പറം തങ്ങന്മാർ ആധുനിക മലബാറി മാപ്പിളയിലെ പാരമ്പര്യവാദികൾക്ക് മുമ്പിൽ 2 അതിമാനുഷികരായി മാറുകയും യുക്തിയിൽ മാപ്പിളയെ കണ്ടെടുക്കാൻ ശ്രമിച്ച നവോത്ഥാനവാദികൾക്ക് മോശപ്പെട്ട ഭൂതകാല സ്മരണകളിലെ 2 കഥാപാത്രങ്ങളാവുകയും ചെയ്തു. ഇത് രണ്ടും മലബാരി മാപ്പിള എന്ന ദാർശനിക സങ്കല്പത്തിന്റെ വീണ്ടെടുപ്പിന് ഒരു തടസ്സമായി തന്നെ നിന്നു. സത്യത്തിൽ എന്താണ് മമ്പറം തങ്ങന്മാർ എന്നുള്ളതിന് ഏകമാനമായ ഒരു ഉത്തരം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചരിത്രപരമായ വിശകലനത്തിൽ കീഴ്പോട്ട് കുതിച്ചൊരു സമൂഹത്തിൽ മമ്പറം തങ്ങന്മാർ രചിച്ച വീണ്ടെടുപ്പ് ലോകത്ത് തുല്യതയില്ലാത്തതായിരുന്നു. അതിശയോക്തിയായി തോന്നുമെങ്കിലും ആധുനിക മനുഷ്യന്റെ വിപ്ലവ വീണ്ടെടുപ്പുകൾ സാധാരണക്കാരന്റെ രക്തത്തിൽ മുങ്ങിയതായും ഏകാധിപതികളുടെ കടന്നുവരവുകൾക്കും പട്ടാളാധിപത്യങ്ങൾക്കും നിദാനമായതായും കണ്ടെത്താൻ കഴിയും. പക്ഷേ ഇവയിൽ നിന്ന് വിഭിന്നമായി മമ്പറം തങ്ങന്മാർ പ്രത്യയശാസ്ത്ര മൂലധന സങ്കല്പത്തിലൂടെ അധികാര സ്ഥാപനം ലക്ഷ്യമിടുന്നതിനു പകരം ധാർമ്മികതയും ദാർശനികതയും മുറുകെ പിടിച്ച് സമൂഹത്തിന് വേണ്ടി നിലകൊണ്ടതായി കാണാൻ കഴിയും. മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ നീക്കങ്ങളുടെ മധ്യഘട്ടത്തെ മമ്പറം തങ്ങന്മാർ എത്രത്തോളം സ്വാധീനിച്ചു എന്നതിന് ചേറൂർ പടയ്ക്ക് ശേഷം വന്ന വിടവ് പരിശോധിച്ചാൽ മനസ്സിലാവും. 1843 നടന്ന ചേറൂർ പടയ്ക്ക് ശേഷം 1845 മമ്പറം സയ്യിദ് അലവി തങ്ങൾ മരണപ്പെട്ടു.
പിന്നീട് 1849 വരെ മലബാറിൽ കാര്യമായ ബ്രിട്ടീഷ് വിരുദ്ധ നീക്കങ്ങളൊന്നും നടന്നു കാണുന്നില്ല. ആ ഒരു കാലഘട്ടം ഫസൽ തങ്ങൾ മക്കാവാസത്തിലായിരുന്നു. പിന്നീട് 49 തിരിച്ചെത്തിയ ഫസൽ തങ്ങൾ മമ്പുറത്ത് താമസം തുടങ്ങിയതിന് ശേഷമാണ് പ്രശസ്തമായ ബ്രിട്ടീഷ് ജന്മി വിരുദ്ധ യുദ്ധങ്ങളായ മഞ്ചേരി പട, കൊളത്തൂർ പട, മട്ടന്നൂർ പട തുടങ്ങിയവ നടന്നത്. വടക്കേ മലബാറിൽ നടന്ന മട്ടന്നൂർ പടയിൽ പോലും ഫസൽ തങ്ങളുടെ സാന്നിധ്യം ബ്രിട്ടീഷ് ഭരണകൂടം കണ്ടെത്തിയിരുന്നു. മട്ടന്നൂർ പടയിൽ പങ്കെടുത്ത 200ഓളം വരുന്ന പോരാളികൾ പോരാട്ടം തുടങ്ങുന്നതിന് മുമ്പ് 80 മൈൽ അകലെയുള്ള തിരൂരങ്ങാടി പോവുകയും തങ്ങളെ കാണുകയും ചെയ്തതായി ബ്രിട്ടീഷ് രേഖകളിലുണ്ട്. വടക്കേ മലബാറികൾക്കെന്ന് തിരൂരങ്ങാടി ഒരു പൊതു സന്ദർശന കേന്ദ്രമായിരുന്നില്ല എന്നതും ബ്രിട്ടീഷ് അധികാരികൾ തങ്ങളെ പ്രതി ചേർക്കാൻ കാരണമായി എഴുതി ചേർത്തു. എന്നിരുന്നാലും പൊതുവെ രക്തച്ചൊരിച്ചിലുകൾ ഇഷ്ടപ്പെടാത്ത ശാന്തപ്രകൃതക്കാരനായ തങ്ങൾ ഇതിലൊന്നും നേരിട്ടിടപെടുകയോ പടക്ക് മാർഗനിർദ്ദേശം നൽകിയതായോ കാണാൻ കഴിയില്ല. പക്ഷേ മലബാറിലെ ഫസൽ തങ്ങളുടെ സാന്നിധ്യം തങ്ങൾക്കൊരു തീരാ തലവേദനയായിരിക്കുമെന്ന് മനസ്സിലാക്കിയ അന്നത്തെ മലബാർ കളക്ടർ കനോലി സാഹിബ് മജിസ്ട്രേറ്റ് ആയിരുന്ന റോബിൻസനെ കൂട്ടുപിടിച്ച് തങ്ങൾക്കെതിരെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. പോരാളികൾക്ക് ആത്മീയ പിന്തുണ മാത്രം നൽകിയിരുന്ന ഫസൽ തങ്ങൾ കനോലിയുടെയും റോബിൻസന്റെയും തന്റെ കൂടെ ഉണ്ടായിരുന്ന ചിലരുടെയും ഉപദേശം മാനിച്ച് മക്കയിലേക്ക് മടങ്ങാൻ തയ്യാറായി. സ്വന്തം ജനതയുടെ രക്തമൊഴുകുന്നതിലുള്ള തങ്ങളുടെ താല്പര്യമില്ലായ്മയും ഈ തീരുമാനത്തിന് പുറകിലുണ്ടായിരുന്നു. 10,000-കണക്കിന് പോരാളികളുടെ കണ്ണീരോടെയുള്ള യാത്രയയപ്പ് സ്വീകരിച്ച് തങ്ങൾ മക്കയിലേക്ക് മടങ്ങി. പിന്നീട് മക്ക കാലഘട്ടത്തിലും തങ്ങളുടെ ഉപദേശം സ്വീകരിക്കാൻ മലബാറിൽ നിന്ന് പോരാളികൾ ആളുകൾ അയച്ചിരുന്നു. മക്കക്കടുത്ത് തായിഫിൽ താമസമാക്കിയ തങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കും ഉപദേശം നൽകിയിരുന്നു. സാമ്രാജ്യത്വ വിരുദ്ധ നീക്കങ്ങൾക്ക് ബൗദ്ധിക പിന്തുണയും നൽകിപ്പോന്നു. ഈ കാലഘട്ടത്തിൽ 2 തവണ തങ്ങൾ യഥാക്രമം സുൽത്താൻ അബ്ദുൽ മജീദിന്റെയും സുൽത്താൻ അബ്ദുൽ അസീസിന്റെയും അതിഥിയായി ഇസ്താംബുൾ സന്ദർശിച്ചു. മക്കയിൽ വെച്ചാണ് ഇന്നത്തെ ഒമാന്റെ ഭാഗമായ ദുഫാർ പ്രവിശ്യയിലുള്ള ഗോത്ര നേതാക്കൾ തങ്ങളോട് ഭരണം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുന്നത്. 1875 ദുഫാറിന്റെ ഭരണം ഏറ്റെടുത്ത തങ്ങൾ പിന്നീട് 4 വർഷം ദുഫാറിന്റെ ഭരണം നടത്തി. പരസ്പരം പോരടിച്ച് ജീവിച്ചിരുന്ന ദുഫാർ മേഖലയിലെത്തിയ തങ്ങൾ അവിടെ ഐക്യത്തിനും പുരോഗമനത്തിനും വേണ്ടി നടപ്പിലാക്കിയ നടപടികൾ തങ്ങളെ വീണ്ടും ലോകശ്രദ്ധയിലെത്തിച്ചു. അന്നത്തെ ബ്രിട്ടീഷ് റാണി മമ്പുറം തങ്ങളുടെ മമ്പുറത്തുണ്ടായിരുന്ന അനന്തരവൻ സെയ്ദ് അബ്ദുള്ള കോയക്ക് അയച്ച കത്ത് ഇപ്രകാരമായിരുന്നു: ബ്രിട്ടീഷ് ഭരണകൂടവും വിക്ടോറിയ റാണിയും നിങ്ങളുടെ മാതുലനും നിലവിലെ ദുഫാർ അമീറുമായ സെയ്ദ് ഫസൽ പാഷയുടെ കാര്യത്തിൽ മതിപ്പ് രേഖപ്പെടുത്തുന്നു. റാണിയും ഭരണകൂടവും അദ്ദേഹം ഒരു പരിഷ്കർത്താവും സമാധാനപ്രേമിയുമാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഞങ്ങളുടെ അഭിനന്ദനം അദ്ദേഹത്തെ അറിയിക്കുമെന്നും വിശ്വസിക്കുന്നു. 1879 ദുഫാറിലെ ഭരണം അവസാനിപ്പിച്ച തങ്ങൾ വിഖ്യാത തുർക്കി സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ ക്ഷണപ്രകാരം ഇസ്തംബൂളിലേക്ക് പോയി. അവിടെ വെച്ചാണ് ഹിജാസ് റെയിൽ റോഡ് നിർമ്മാണ പദ്ധതി അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. ഇസ്തംബൂളിലെത്തിയ തങ്ങളെ സുൽത്താൻ തന്റെ മതകാര്യോപദേഷ്ടാവും മന്ത്രിയുമാക്കി. തങ്ങൾ സുൽത്താനിൽ ഈ പദ്ധതിയുടെ ആവശ്യകതയെപ്പറ്റി ഉണർത്തി. ബെർലിൻ മുതൽ ബാഗ്ദാദ് വരെയും മക്ക മുതൽ സിറിയ വരെയും നീണ്ടു നിൽക്കുന്ന ഈ ഭൂഖണ്ഡാനന്തര റെയിൽവേ ലോകത്ത് പകരം വെക്കാനില്ലാത്തതായിരുന്നു. പല ഓട്ടോമൻ രേഖകളിലും ഈ പദ്ധതിയിൽ തങ്ങൾക്കുണ്ടായിരുന്ന സ്വാധീനം പ്രതിപാദിക്കുന്നുണ്ട്. പല ഘട്ടത്തിലും നാട്ടിലേക്ക് മടങ്ങണമെന്നാഗ്രഹിച്ച തങ്ങളുടെ മടങ്ങിവരവിന് തടയിട്ടത് അന്നത്തെ മജിസ്ട്രേറ്റ് ആയിരുന്ന റോബിൻസൺ ആയിരുന്നു. പിന്നീട് 1900 മരിക്കുന്നതുവരെ തങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. മരണം വരെ തങ്ങൾ സുൽത്താന്റെ മന്ത്രിയായി തുടർന്നു. ബൈസന്റൈൻ റോമിന്റെയും ഓട്ടോമൻ ഭരണകൂടത്തിന്റെയും തലസ്ഥാനമായ ഇസ്തംബുൾ നഗരത്തിൽ റോമാ ചക്രവർത്തിമാരുടെയും തുർക്കി സുൽത്താൻമാരുടെയും ഇടയിൽ ഏതൊരു മലയാളിയുടെയും അഭിമാനമായ മമ്പുറം ഫസൽ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവരുടെ ഫാദുൽ പാഷയായി. മലബാർ അതിന്റെ കരൾ പറിച്ച് ഇസ്തംബൂളിന് നൽകിയതിന്റെ ഓർമ്മപ്പെടുത്തലായി.